നോക്കൂ, ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. തൊട്ട് മുന്നേയുള്ള ചാപ്റ്ററിലൊരു നാലഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൂടി ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ നമുക്കിത് പഠിക്കാം. നമുക്ക് എക്സാം ഇങ്ങ് അടുത്തു. ഇതും കൂടി നോക്കിയിട്ട് ഇതിനിടയിൽ കൂടി അതും കൂടി ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ദ സ്ക്വയർ ഓഫ് അപ്പോൾ നമുക്ക് രണ്ടാം കൃതി സമവാക്യം എന്താണെന്ന് ആദ്യം പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്ക്വയർ ഓഫ് എ 2 ആഡഡ് ടു എ നമ്പർ ഈസ് 25. ഏതൊരു നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ കണ്ടപ്പോൾ 25 കിട്ടി. വാട്ട് ഈസ് ദ നമ്പർ? നമ്മൾ ആൾജിബ്രായിക് ഫോമിൽ എഴുതുമ്പോൾ x+2 ദ ഹോൾ റേസ്ഡ് ടു 2 ഈസ് ഈക്വൽ ടു 25. നമ്മൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x+2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യണം. a² + 2ab + b². ഇത് പഠിച്ച് വയ്ക്കുക. നോക്കൂ, x+2 × x+2 എന്നാണ്. ഇത് ഏത് ഫോമിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം? a² + 2ab + b². അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? x × x x × 2 പ്ലസ് ഇട്ടിട്ട് x × 2, അടുത്ത് 2 × x 2 × 2. നോക്കൂ, x × x x² പ്ലസ് x × 2 2x പ്ലസ് x × 2 2x പ്ലസ് 2 × 2 4. ഇതിനെ നമുക്ക് ചെയ്യാമല്ലോ. x² 2x + 2x 4x പ്ലസ് 4. നമുക്കിത് ഈ ഫോമിൽ കിട്ടിയോ എന്ന് നോക്കാം. x+2 ദ ഹോൾ സ്ക്വയർ. അതായത് ഇവിടെ x എന്ന് പറയുന്നത് എയും 2 എന്ന് പറയുന്നത് ബിയുമാണ്. x എന്ന് പറയുന്നത് എയും 2 എന്ന് പറയുന്നത് ബിയുമാണ്. അപ്പോൾ a² ദാറ്റ് മീൻസ് x² പ്ലസ് 2ab 2 × x × 2 അല്ലേ? 2 × x × 2 4x ഇത് രണ്ടും ശരിയായി ഈ ഫോമിലേക്ക് ആയിട്ടുണ്ട്. പ്ലസ് b². b ഏതിന് ഈക്വലാണ്? 2 ഈക്വലാണ് b. ദാറ്റ് മീൻസ് 4b². b² ഈസ് ഈക്വൽ ടു 2² ദാറ്റ് മീൻസ് 4. ഓക്കെ, ഇത് മൂന്നും ശരിയാണ്. ഇത് ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. ഓക്കെ, നോക്കൂ, ഇത് ഷോർട്ടൺ ചെയ്യുന്ന പറഞ്ഞുതരാം. നോക്കൂ, ഇത് സ്ക്വയറാണ്. ഇത് ആ സംഖ്യ, നമ്മൾ ഏതൊരു സംഖ്യ ഉണ്ടല്ലേ, ഏതൊരു സംഖ്യയുടെ സ്ക്വയറാണിത്. അതുപോലെ ഈ സംഖ്യ ആ സംഖ്യ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതെന്നറിയാം. 2ൻ്റെ സ്ക്വയറാണ് 4. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സംഖ്യ 2 എക്സ് അല്ലേ? അതായത് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് വരിക, അതിനെ ഷോർട്ടൺ ചെയ്യുക. രണ്ടും പഠിക്കണം. x+2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. x+2 ഈസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവും 25. x+2 ഈസ് 25ൻ്റെ റൂട്ട് 5. x ഈസ് ഈക്വൽ ടു -2 ആവും. ഈസ് ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 3. അപ്പോൾ ഇതിവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക്, അതായത് ആ നമ്പർ എന്ന് പറഞ്ഞത് നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഇത് നമുക്ക് ഇനി വരുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. അതായത് നമ്മുടെ x+2 ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ നിന്ന് നേരിട്ട് നമുക്ക് എന്ത് കാണാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞത് എന്താണ്? ഈ x+2 ദ ഹോൾ സ്ക്വയറിനെ
നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ കിട്ടും. അതായത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഫോമാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ അതിനെ ഈ ഫോമിലേക്ക്, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റണം. അതിന് നമ്മൾ നോക്കുന്നത് ഈ ബി സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാനത്ത് എന്തിൻ്റെ സ്ക്വയറാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏത് സംഖ്യയാണ് നോക്കിയിട്ട് അതെടുക്കുക. അല്ല എങ്കിൽ എന്താണ് 2ab, അതായത് ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഇവിടെ വരുന്നത്. അതേ സംഖ്യ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സംഖ്യയും കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് എക്സ് ആയിരിക്കും അല്ലേ, അതിന് എക്സ് പ്ലസ് ആ സംഖ്യ സ്ക്വയർ, അത് ചെയ്യുമ്പോഴാണ് എന്താണ് നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ തന്നിരിക്കുന്നതിൻ്റെ ഷോർട്ട് ഫോമായ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഞാൻ ഇതിലിവിടെ പറഞ്ഞത്. ഇത് നമുക്ക് അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്കിതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. 3 സ്ക്വയർ അല്ലേ, എക്സിന് കിട്ടിയത് 3 സ്ക്വയർ പ്ലസ് 4 × 3 പ്ലസ് 4 25. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 3 12 പ്ലസ് 4 25. 9 പ്ലസ് 12 21. 21 പ്ലസ് 4 25 is equal to 25. General form of second degree equation. ഓക്കെ, എന്ന് പറയുന്നത് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. ഇവിടെ a നോട്ട് ഈക്വൽ ടു 0, a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി എ ബി സി, ഇതിനെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, സി എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റിന് എക്സ് ഇല്ല. അപ്പോൾ എ ബി സി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. എങ്കിൽ ഇതെന്തായി മാറും, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനായിട്ട് മാറും. അതുകൊണ്ടാണ് എ ഒരിക്കലും 0 ആവാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് വേണ്ടത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എ എന്ന് പറയുന്ന കോഫിഷ്യൻ്റ് 0 ആയി കഴിഞ്ഞാൽ എ ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിലേക്ക് മാറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയാണിതിൽ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇതൊന്ന് ഒരിക്കൽ കാണുക, കണ്ടിട്ട് ഡൗട്ട് വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക, നിങ്ങൾക്കത് ക്ലിയറായി കിട്ടുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഓരോ പ്രോബ്ലം വൈസ് നമുക്ക് ചെയ്തു പോകാം.